2018 ഓഗസ്റ്റ് 15-നാണ് മഹാപ്രളയം കേരളത്തിലുണ്ടായത്. പോലീസും നാട്ടുകാരും ദുരന്ത നിവാരണ സേനയുമാണ് ആദ്യ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതെങ്കിലും പൊടുന്നനെ ഉണ്ടായ മഹാജലപ്രളയം അവരെ നിസ്സഹായരാക്കി. തങ്ങളുടെ മാതാപിതാക്കൾ മരണത്തിലേക്ക് വഴുതി വീഴുന്നത് കണ്ട് വിദേശത്തു നിന്നും നിലവിളിച്ച മക്കളുടെ കൂട്ടക്കരച്ചിലുകൾ, സ്വത്തും സമ്പാദ്യവും ഇതുവരെ സമ്പാദിച്ച സകല വസ്തുക്കളും മിണ്ടാപ്രാണികളടക്കം മഹാജലപ്രളയത്തിൽ ഒഴുകിപ്പോകുന്നത് കണ്ട് കേരളത്തിലാകമാനം ഉയർന്ന കൂട്ട നിലവിളികൾ. ഈ നിലവിളിയും കൂട്ടക്കരച്ചിലും ദീനരോധനവും ചെന്ന് പതിച്ചത് കേരളത്തിന്റെ തീരദേശത്ത് താമസിക്കുന്ന പാവം മത്സ്യത്തൊഴിലാളികളുടെ ചെവിയിലും. തങ്ങൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയതിന്റെ ആകത്തുകയായ 600 വള്ളങ്ങളുമായിട്ടാണ് പൊടുന്നനെ പെട്ടെന്ന് ആരുടെയും ആഹ്വാനമില്ലാതെ ആ പാവം മനുഷ്യർ ദുരന്തമുഖത്തേക്ക് പാഞ്ഞെത്തിയത്. നമ്മൾ അവർക്കൊരു പേരിട്ടു, കേരളത്തിന്റെ സൈന്യം. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ആ പാവം മനുഷ്യരുടെ നിലവിളി ഉയരുന്നുണ്ട്. കണ്ണടച്ച് കാണാതെ ഇരിക്കാൻ നമുക്കാവില്ല. നന്ദി എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ നിലവിളിയിൽ അവരുടെ കൂടെ നിൽക്കേണ്ടതാണ്. സ്വന്തം പുരയിടത്തിൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ 120 കുടുംബങ്ങൾ കഴിയുകയാണ്. തീരദേശ പരിപാലന നിയമത്തിന്റെ പേരിലാണ് ഇവരുടെ വീടെന്ന സ്വപ്നത്തിന് സർക്കാർ കുരുക്കിടുന്നത്. 2019 നിയമം ഭേദഗതി വരുത്തി 5 വർഷമായിട്ടും സംസ്ഥാനത്ത് ഇപ്പോഴും നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഈ മഴ പെയ്ത് കഴിഞ്ഞ് ചോർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റുന്നില്ല. ഒക്കെ പാത്രമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴുകി കൊച്ചുകൾ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കും വെള്ളം കയറുമ്പോൾ. എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നണം ഇതേപോലൊരു സ്ഥലം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഇതുണ്ടായിട്ടില്ല. 2019 കേന്ദ്ര സർക്കാർ തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്തി. തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് നിയമം ഭീഷണിയായതിനെ തുടർന്നായിരുന്നു ഭേദഗതി. 5 വർഷം കഴിഞ്ഞു. 2023 ഇപ്പോഴും സംസ്ഥാന സർക്കാർ പഴയ നിയമത്തിന്റെ പേരും പറഞ്ഞാണ് സാധാരണക്കാരെ ഇരുട്ടിലാക്കുന്നത്. ഇത്തരത്തിൽ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് എടവനക്കാട് പഞ്ചായത്തിൽ മാത്രം 120 കുടുംബങ്ങളുണ്ടെന്നാണ് CRZന്റെ ഇരകളിൽ ഒരാളായ സാലിഹരൻ പറയുന്നത്. വീട് വെക്കാൻ പെർമിറ്റ് വന്നെങ്കിലും 5 മാസം കഴിഞ്ഞപ്പോൾ ആ പെർമിറ്റ് അവർ റദ്ദ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോഴാണ് അവർ പറയുന്നത് 30 മീറ്റർ ദൂരെ കൃഷിപ്പാടമുണ്ട്. ഏകദേശം 700 മീറ്റർ അകലെയുള്ള തൂമ്പുകളിൽ നിന്നാണ് വേലിയേറ്റം വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അളക്കണം എന്നുള്ള കേന്ദ്ര ഭേദഗതിയാണ് കേരളത്തിൽ മാത്രം നടപ്പാവാത്തത്. എറണാകുളം എടവനക്കാട് പഞ്ചായത്തിലെ മനുഷ്യരുടെ മാത്രം അവസ്ഥയല്ലിത്. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം ഈ പ്രശ്നമുണ്ട്. അവരിൽ ചിലർ മാത്രമാണിവർ. പണവും പത്രാസും സമ്പാദ്യവും ഉണ്ടെങ്കിൽ, ആരെയും സ്വാധീനിക്കാൻ ശേഷിയുണ്ടെങ്കിൽ, മലയിടിച്ചും കുന്നിടിച്ചും കടൽ കയ്യേറിയും പാടം നികത്തിയും ഈ നാട്ടിൽ എന്ത് നിർമ്മാണ പ്രവർത്തനം ചെയ്യാമെന്നിരിക്കെയാണ് ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ ഈ പാവം മനുഷ്യരെ ബലിയാടാക്കുന്നത്. ഞാൻ ഇന്നുവരെ എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്നോ കാണണമെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. 2018 ഈ മനുഷ്യർക്ക് വേണ്ടി കൈയടിച്ചത്, ഇവരെ ആദരിച്ചത്, നന്ദി പറഞ്ഞത് ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കണം. കാരണം അടച്ചുറപ്പുള്ള വീട്ടിൽ ജീവിക്കാൻ ഈ മനുഷ്യർക്ക് അവകാശമുണ്ട്. എല്ലാ കാലവും ഭരണാധികാരികളാൽ പറ്റിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി തീരദേശത്തിന്റെ മക്കൾ മാറുമ്പോൾ അവർക്കൊപ്പം നിൽക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റ് നിലപാട് തിരുത്തുന്നതുവരെ വീഡിയോയായും ശബ്ദ സന്ദേശങ്ങളായും വേണ്ടി വന്നാൽ ശാരീരികമായി അവരുടെ കൂടെ നിന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ അത് അന്ന് ആ മനുഷ്യർ നമ്മളെ രക്ഷിച്ചതിനുള്ള നന്ദി പ്രകാശനം കൂടിയായിരിക്കും.